ഹായ്, എൻ്റെ പേര് ഷെസ്ന. ഞാൻ ബേസിക്കലി ഒരു കോഴിക്കോട്ടുകാരിയാണ്. മീഡിയയിലാണ് വർക്ക് ചെയ്യുന്നത്. ഞാൻ ഇപ്പം നിൽക്കുന്നത് ആലുവയിലാണ്. എന്തിനാണെന്ന് അറിയണ്ടേ? മഹിളാരത്നം മാഗസിനിൽ ഒരു സ്പെഷ്യൽ ഫോട്ടോഷൂട്ടിന് വേണ്ടിയാണ്. ഇനി ഫോട്ടോഷൂട്ടിൻ്റെ വിശേഷങ്ങൾ അറിയണ്ടേ? ഞാൻ പറയാം. ചെറുപ്പം മുതലേ എനിക്ക് മോഡലിംഗ് ഭയങ്കര ഇഷ്ടമായിരുന്നു. അങ്ങനെയാണ് എൻ്റെ ഒരു ഫ്രണ്ട് വഴി ഈക്വിറ്റ്സ് രഘു എന്ന് പറയുന്ന ഒരു ഫോട്ടോഗ്രാഫറിനെ ഞാൻ പരിചയപ്പെടുന്നത്. രഘുചേട്ടനെ കുറിച്ച് പറയുകയാണെങ്കിൽ രഘുചേട്ടനെടുത്ത ധാരാളം സിനിമ ഫോട്ടോഗ്രാഫ്സ് ഞാൻ കണ്ടിട്ടുണ്ട്. അതേപോലെ തന്നെ മാഗസിൻ ഫോട്ടോഷൂട്ട്സ്, ഇതും ഒരുപാട് പിക്ചേഴ്സ് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കാണുന്ന സമയത്ത് എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പം ഇവിടെ വന്ന് ഞാനിപ്പോൾ ആലുവയിലാണ് ഉള്ളത്. രഘുചേട്ടൻ്റെ മോഡലാവാൻ എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ രഘുചേട്ടനെ കാണാൻ എത്തുകയും ഈ ഫോട്ടോഷൂട്ടിനെ പറ്റി ഒരുപാട് ഡിസ്കസ് ചെയ്യുകയൊക്കെ ചെയ്തിട്ടാണ് ഈ ഒരു മഹിളാരത്നം ഷൂട്ടിന് വേണ്ടി ഞാൻ ഇവിടെ നിൽക്കുന്നത്. രഘുചേട്ടൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ള ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എനിക്കത് എടുത്തു പറയേണ്ട ആവശ്യമുണ്ട്. കാരണം വന്നവർക്കറിയാം നമുക്ക് ആ ഒരു പെർഫെക്റ്റ് ആയിരിക്കണം. ആ വർക്കൊക്കെ എപ്പോഴും ആൾക്ക് പെർഫെക്റ്റ് ആയിരിക്കണം. നമ്മൾ ഒന്ന് ചേഞ്ച് ആയാൽ പെട്ടെന്ന് നോട്ട് ചെയ്ത് മനസ്സിലാക്കി വീണ്ടും നമ്മളെ ആ ഒരു ആക്ടിങ്ങിലേക്ക് കൊണ്ടുവന്ന് ആ ഒരു പ്രായത്തിലാക്കി തരും നമ്മളെ. ഇപ്പം എത്ര പ്രായമാണോ എന്നൊന്നുമല്ല, ആൾക്ക് എടുക്കുന്ന ഫോട്ടോ അത്രയും ഫോക്കസ് ആയിട്ട് പെർഫെക്റ്റ് ആയിട്ട് വരണം എന്നുള്ളൊരിതുണ്ട്. അപ്പം നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നമുക്ക് ഈ ഒരു എക്സ്പീരിയൻസ് കൊണ്ട് ഇനിയുള്ള ഫോട്ടോഷൂട്ടും ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റുന്നുള്ളൊരു കോൺഫിഡൻസോടെയാണ് നമ്മൾ ഇവിടുന്ന് തിരിച്ചു പോവുക. അത് എനിക്ക് ഉറപ്പ് പറയാൻ പറ്റും. അതേപോലെ തന്നെ ഓർണമെൻറ്റ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ പറക്കാട് ജ്വല്ലേഴ്സിൻ്റെ വളരെ മനോഹരമായ ഓർണമെൻറ്റ്സ് ആണ്. ഒരു കോസ്റ്റ്യൂംസ് ഇടുന്ന സമയത്ത് മാച്ച് ആയിട്ടുള്ള ഒരു പെർഫെക്റ്റ് ഓർണമെൻറ്റ്സ് ആയിരിക്കും മാച്ച്. ഭയങ്കരമായിട്ട് നമുക്ക് ആ ഒരു നമ്മളൊന്നും കൂടി ഒരു ബ്യൂട്ടിഫുൾ ആയ ഒരു ഫീൽ ആയിരിക്കും. കോസ്റ്റ്യൂമിനെ പറ്റി പറയുകയാണെങ്കിൽ മ്യൂറൽ പ്രിയ ചെയ്ത ഒരു മ്യൂറൽ സാരിയാണ് ഞാൻ ഉടുത്തിരിക്കുന്നത്. വളരെ മനോഹരമാണ് ഇതിൻ്റെ പെയിൻറ്റിങ്സ് ഒക്കെ. രഘുവേട്ടൻ്റെ ക്യാമറയിലും കൂടി വന്നപ്പോൾ വളരെ ഭംഗിയായിട്ടാണ് അത് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ചിത്രങ്ങളെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ നിങ്ങളെ അറിയിക്കണം. ഇനിയും പ്രോത്സാഹിപ്പിക്കുക. താങ്ക് യു.